നന്ദിനി നന്ദിനി ദേ ഞാൻ പണി കഴിഞ്ഞിട്ടെ അങ്ങോട്ട് പിള്ളേര് എന്നെ കൂട്ടാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. മാറ്റി റെഡി ആയിട്ട് നിന്നോളിയേ. ആയിക്കോട്ടെ നന്ദിനി. അമ്മ 2 പൂ എടുത്ത് വെച്ചതേ നിന്റെ 2 പശുക്കൊമ്പിൽ കെട്ടാനല്ലോ. ഒന്ന് നിനക്കും ഒന്ന് എനിക്കോ. 2 ചുറ്റി വെച്ചിട്ട് ഒന്ന് ഇളിക്കുന്ന കണ്ടില്ലേ? മോരേക്ക് തരാൻ നോക്ക്. ചേച്ചി മുല്ലപ്പൂ വെച്ചില്ലെന്ന് പറഞ്ഞേ ആരും കരയാനൊന്നും പോകുന്നില്ല. തൽക്കാലേ ചേച്ചിനോട് മുല്ലപ്പൂ ഇല്ലാതെ വരാൻ പറയും. ഇനി അവള് തന്ന് ഞാൻ മേടിക്കത്തില്ല. എനിക്കറിയാം അത് എങ്ങനെ എടുക്കണമെന്ന്. എന്റെ മുല്ലപ്പൂ എന്തോന്ന് വീണത്? അവൾക്ക് നോക്കത്തില്ലേ? എത്ര വട്ടം അവളോട് ചോദിച്ചതാ. അപ്പൊ ഷോ കാണിക്കില്ലായിരുന്നോ? കുറച്ച് നന്നോട്ടെ. ഒരിത്തിരി വൈകിയെങ്കിലും ആ സത്യം അറിഞ്ഞല്ലോ. അറിഞ്ഞ സ്ഥിതിക്ക് മിണ്ടാതെ ആ കട്ടിലിന്റെ മൂലക്ക് പോയിരുന്ന കരഞ്ഞ കേട്ടാ. വീണേ എഴുതിയിൽ എണ്ണ വയ്ക്കില്ലേ? കൂട്ടം പറഞ്ഞേക്കാം. മക്കളെ അങ്ങനൊന്നുമില്ല മക്കളെ. അമ്മക്ക് 2 പേരും ഒരുപോലെ തന്നെയാ. സാരില്ല പോട്ടെ എനിക്ക് ഞാനത് വേണ്ടില്ല. ഇനി അവന് മൂത്ത മോളെ കൊണ്ട് പോയാച്ചാ മതി. ഞാൻ എവിടെയൊന്നും വേണ്ടില്ല. പ്രശ്നം കഴിഞ്ഞില്ലേ? പാവല്ലേ കരഞ്ഞോണ്ടിരിക്കാൻ സമാധാനപ്പെടുത്താൻ വിചാരിക്കുമ്പോ ഓറാവല്ലേ. ഒരു തൊഴി അങ്ങ് തൂക്കി പറഞ്ഞേക്കാം. അച്ഛൻ ഇപ്പൊ വണ്ടിയായിട്ട് വരും. വേണിച്ച് നടക്കാൻ നോക്കേ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഇത് ചേച്ചിയോട് പിടങ്ങിയിരിക്കുന്നെങ്കിൽ അമ്മ ചേച്ചിനെ എന്തോരം ലാളിച്ചേനെ. ഇത് ഞാനായോണ്ടല്ലേ അമ്മക്കിനൊക്കെ പെരുമാറുന്നേ. എന്റെ അച്ഛൻ വേണ്ടേ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാന്. അമ്മേ ലീവ് ഇറ്റ്. വരാത്തവരെന്നെ പിടിച്ചെങ്ങനെ ഗെഞ്ചുന്നേ. അവള് വരുന്നില്ലെങ്കിൽ വരണ്ട, നമുക്ക് പോവാന്നേ. പിന്നെ അമ്മേ പോണ വഴിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറി ഐസ്ക്രീമും വാനില ഐസ്ക്രീമും ഒക്കെ അമ്മ വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? അത് മറക്കല്ലേ. വീണേ ഞാൻ നിന്നോട് പല തവണയായി പറയുന്നേ എരുതിയിൽ എണ്ണ വയ്ക്കില്ലെന്ന്. എന്റെ അടുത്ത് വേടിച്ച് കൂട്ടും പറഞ്ഞേക്കാം. ഇങ്ങനെയൊക്കെ അവസരം കിട്ടൂ. അപ്പൊ പിന്നെ അത് മുതലാക്കണ്ടേ? അച്ഛൻ ഇപ്പൊ വരും. വരണമെന്നുള്ളൊരു വരി അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം ഇവിടത്തെ ഒറ്റയ്ക്ക് അങ്ങോട്ട് നിൽക്കേണ്ടി വരും. അന്നേരം കരഞ്ഞ് ബേളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആരും വരത്തില്ല പറഞ്ഞേക്കാം. ഞാൻ വരുന്നേ. ഒരിക്കൽ കൂടെ പറയാ വരുന്നവർക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ ധൈര്യമുള്ളവരാണെങ്കിൽ ഇവിടെ തന്നെ നിന്നോളി. ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു കൂട്ടാനൊന്നും വരത്തില്ല. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. പോയില്ലെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയാലും പോവും. പറയാൻ പറ്റത്തില്ല. തൽക്കാലം ഷോ ഒക്കെ മാറ്റി വെച്ച് പോണതാ നല്ലത്.
മുതലക്കണ്ണീരന്നെ ആയിരുന്നല്ലേ? ചേച്ചി പോയിക്കേ, അതൊക്കെ മറന്ന് സോൾവ് ആവാന്ന് വിചാരിച്ച് നിക്കുവാ. വെറുതെ എന്നെ ചൊറിയാൻ വരില്ലേ? അയ്യേ, എനിക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? ഇയാളെ ചൊറിയണതാണല്ലോ എന്റെ പണി.